ഇറങ്ങി ഇറങ്ങി ഇനി അറിവുണ്ടോ? ഇറങ്ങി. നമസ്കാരം. നമസ്കാരം. ജോലിയൊക്കെ ശരിയായെന്ന് കേട്ടു. ചന്ദ്രേട്ടാ, ബ്രിട്ടോളിയം എക്സ്പോർട്സിൽ മാനേജറായിട്ട് ജോലി കിട്ടി. പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ മാസം നല്ലൊരു തുക കിട്ടും. എങ്കിൽ ഒരു മുട്ട് വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. അയ്യോ, ബസ് പോയോ? പോയല്ലോ. എന്ത് പറ്റി? എന്റെ ഒരു സാധനം വെച്ച് മറന്നുപോയി. അയ്യോ, ബസ് നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ ഒരു സാധനം വെച്ച് മറന്നുപോയി, വണ്ടി നിർത്താൻ. അയ്യോ, വണ്ടിയുടെ എങ്ങോട്ടാ? പ്രദേശത്തിന്റെ പിന്നാലെ പോട്ടെ. ജീപ്പ് എടുത്തോ, എന്റെ ഒരു സാധനം വെച്ച് മറന്നുപോയി. എളുപ്പപ്പെട്. ആ ബസ്സിനെ ഓവർടേക്ക് നിർത്ത്. എന്താ ബസ്സിൽ വെച്ച് പറഞ്ഞത്? അപകടം പിടിച്ച ഒരു സാധനമാണ്. ബോംബാണോ? സംസാരമൊക്കെ പിന്നെ വണ്ടി വിടും. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. ഓവർടേക്ക്, വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. ഹലോ, എന്തൊരു വിടിയാണോ ഇത്? കുറുക്ക നിർത്തും. പറയുന്ന കേക്ക്. ബസ് നിർത്തും, ബസ്. ഹലോ, ബസ് സ്റ്റോപ്പ്, സ്റ്റോപ്പ്. എന്താ പ്രശ്നം? അകത്തൊരു സാധനം വെച്ച് മറന്നുപോയി. എത്തിയോ? എത്തി, ജീപ്പിലെത്തി. ഇങ്ങോട്ട് വന്നേ. എവിടെങ്കിലും ഇരുന്ന് അവിടെ വായും പൊളിച്ചിരുന്ന് ഉറങ്ങിക്കൊള്ളാം. ഇറങ്ങിയേ. ഇതാണോ മറന്ന സാധനം? ആരാ സാധനം എന്ന് അറിയോ? ജീപ്പിലോട്ട് കയറിയാട്ടെ, കയറിയാട്ടെ. വണ്ടി റിവേഴ്സ് ഇട്. ഇനി നടക്കാവുന്ന ദൂരേ ഉള്ളൂ. പറഞ്ഞോ, എത്രയായി? ഒരു 50 ഉറുപ്പിക. അത്ര ആയുള്ളൂ. എന്റെ കയ്യിൽ 500 നോട്ടേ ഉള്ളൂ. വെയില് നല്ല ചൂടുണ്ട്. ബാബാ, എന്റെ ഈ വരവ് തീരെ ശരിയായില്ല എന്നൊരു തോന്നല്. എന്ത് പറ്റി? താമസ സ്ഥലത്ത് വാടകയും തരാതെ ഭക്ഷണ ചെലവ് എന്നെ കൊണ്ട് എടുപ്പിച്ച് മടുത്തപ്പോഴാണ് ഞാൻ നിനക്കൊരു ജോലി വാങ്ങി തന്നത്. എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ജീപ്പിന്റെ കാശ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. അത് പിന്നെ ജീപ്പിന്റെ കാശെന്ന് പറഞ്ഞാ ബസ്സിലിരുന്ന് ഉറങ്ങുമ്പോ ആലോചിക്കണമായിരുന്നു. ഉറങ്ങുമ്പോ എങ്ങനെ ആലോചിക്കുന്നത്? ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഭക്ഷണവും താമസവും ഒക്കെ എന്റെ വക ഫ്രീ അല്ലേ? എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ നീ അതിനും കണക്ക് പറയും. നീ ഉടക്കാൻ ഞാൻ ചിലപ്പോ പറഞ്ഞിരിക്കും. പോട്ടാ, ഞാൻ ഓഫീസിലെ പ്യൂണാണെന്ന് അറിയാതെ പോലും നീ ആരോടും പറഞ്ഞേക്കല്ലേ. ഓർമ്മയുണ്ട്, നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട്. പോയി. ഉത്സവം പ്രമാണിച്ചുള്ള വരവായിരിക്കും അല്ലേ രാജേന്ദ്ര? ഉത്സവം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ? വരാം. രാജേന്ദ്ര, ഞാൻ മണ്ണാർക്കാട് 250 ഏക്കർ ഭൂമി വാങ്ങിച്ചു. റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുക. ഇതാരാ? ഇത് ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അപ്പുക്കുട്ടൻ. നിന്റെ കീഴിലോ? നീ പ്യൂൺ. അതിന്റെയും താഴെ സ്വീപ്പർ ആയിരിക്കും അല്ലേ? പ്യൂണോ? ഞാനോ? അതെ, ശിപായി. ഞാൻ ടൗണിൽ വന്നപ്പോ നീ ആ വേഷത്തിൽ ഒരു ചായക്കട നിൽക്കുന്നത് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തേക്ക് വരാഞ്ഞതാ നീ ചമ്മണ്ടാന്ന് കരുതി. അത് മാത്രമല്ല, എന്റെ കൂടെ കാറിൽ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. ഒരു പ്യൂണിന്റെ ഫ്രണ്ടാണ് ഞാൻ എന്നവർക്ക് തോന്നാൻ പാടില്ലല്ലോ. നിങ്ങൾ കണ്ട എന്നെ ആയിരിക്കില്ല. ചെല്ല്. ഞങ്ങളേ മണ്ണാർക്കാട്ടേക്ക് പോവുകയാ. ഏതായി വിവരദോഷി? ചതിച്ചു എന്നാ തോന്നുന്നത്. ഇവനാണ് എന്റെ മെയിൻ പാര. അവന്റെ ഒരു മണ്ണാർക്കാടും റബ്ബറും. നിന്റെ നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ? ഇവനിപ്പോ മണ്ണാർക്കാട്ടേക്ക് പോയില്ലേ? അപ്പൊ നീ വന്നു, വീണ്ടും എല്ലാം ബാലൻസ് ആയി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അബദ്ധത്തിൽ പോലും നീ എന്നെ പ്യൂണെന്ന് വിളിച്ചു പോകരുത്. സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണാം. പറ്റിക്കല്ല, ഇത് വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്നെ ഇത് തന്നെ നിന്റെ പരിപാടി. അമ്മയോട് ചോദിച്ചിട്ടാ? ആഹാ, നീയായിരുന്നോ? ഇവനെ കൊണ്ട് ഇങ്ങനെ ഇളനീര് തീറ്റിച്ച അരക്കാൻ തേങ്ങ കാശ് കൊടുത്തു വാങ്ങൂ. പറഞ്ഞ കേക്കണ്ടേ അസത്ത്? അമ്മേ, വെല്ലേട്ടനോട് മറ്റേ കാര്യം ചോദിക്ക്. എന്ത് കാര്യം? വെല്ലേട്ടൻ ഓഫീസിലെ പ്യൂണാണത്രേ. ആണോ? ഞാനോ? പിന്നെ ഞാനോ? വലിയേട്ടന് നാട്ടിലൊരു പേരും വീണിട്ടുണ്ട്, ബ്രിട്ടോളി രാജേന്ദ്രൻ. നിന്നെ ഞാൻ പേരിട്ടത് ഞാനല്ല. അഥവാ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ നിനക്ക് 4 ചീത്ത വിളിച്ചൂടെ? പരിചയപ്പെടുത്താൻ മറന്നല്ലോ, ഇത് അപ്പക്കുട്ടൻ നായർ. നായരല്ല, മേനോൻ. രണ്ടും ഒന്ന് തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓവ്, കൂടെ താമസിക്കുന്ന? ഞാൻ കൂടെ താമസിക്കല്ല, ബ്രിട്ടോളി എന്റെ കൂടെ താമസിക്കുക. നല്ല മര്യാദ. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാളെ മുറ്റത്ത് നിർത്തിയാ സംസാരിക്കുക? ഓ സോറി. വരൂ അപ്പക്കുട്ട. എനിക്ക് കമ്പനിയിൽ മാനേജർ ജോലി വാങ്ങിച്ചെന്നും ഇദ്ദേഹം തന്നെയാണ്. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പക്കുട്ടൻ നായരുടെ വീട് എവിടെയാ? നായരല്ല, മേനോൻ. അതെ, മേനോന്റെ വീട് എവിടെയാ? വീട് പണി തുടങ്ങിയിട്ടില്ല. അമ്മ സംസാരിച്ച് നിൽക്കാതെ അടുക്കളയിലൊട്ടിയില്ലേ? വിശന്നൊരു വഴിയായി. അമ്മേ, ഒരു കാര്യം, ഞാൻ കോഴി
കഴിക്കാറില്ല. അതിന് കോഴിയിറച്ചി ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ലേ? ഉം, ഉം. ഊണ് വിചാരിച്ചത്ര സുഖമായില്ല കേട്ടോ. അതിനെന്താ, ഇനി നീ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഹേ, എനിക്ക് ഉച്ചയുറക്കം പതിവില്ലല്ലോ. നടന്ന് ക്ഷീണിച്ചതല്ലേ? ഞാൻ ക്ഷണിച്ചില്ല, നീ ക്ഷണിച്ചാ? ഞാൻ ക്ഷീണിച്ചു. എന്നാ നീ ഉറങ്ങിക്കോ, എനിക്ക് പുറത്തിറങ്ങി കുറച്ച് ശുദ്ധമായി ശ്വസിക്കണേ. പുറത്തുള്ള വായു തന്നെയാണ് ജനലിൽ കൂടി അകത്തേക്ക് വരുന്നത്. നീ എന്റെ അതിഥിയാണ്, നീ ഉറങ്ങിയേ പറ്റൂ. എനിക്ക് പുറത്തിറങ്ങണം. അപ്പൊ കുട്ട പ്ലീസ് നീ ഒന്ന് ഉറങ്ങ്. രാജേന്ദ്ര പ്ലീസ് എന്നെ പുറത്തു പോകാൻ അനുവദിക്കൂ. ഇവിടുത്തെ നിയമം എന്റെ നിയമമാണ്. ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങണം. കടടാ അവിടെ അനങ്ങി പോരും. അത്രയ്ക്കായോ? ശാരദേ, ശാരദേ, ശാരദേ. രാധിക എവിടെ? എന്തേ? എവിടെന്നാ ചോദിച്ചത്? അവൾ അപ്പുറത്തെങ്ങാനും എന്താ അച്ഛാ? ആ ഉണ്ടോ? ഞാൻ പിന്നെ എവിടെ പോവാനാ? നിന്റെ ആങ്ങളയുടെ മകൻ ആ തെണ്ടിച്ചക്കൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അമ്മാവ നമസ്കാരം. നമസ്കാരം. ആ നിന്നെപ്പറ്റി ഞാനിപ്പോ പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. അല്ലേലും അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ അല്ലേ? സംശയമുണ്ടോ? വരൂ. ആ നമുക്ക് പുറത്തിരിക്കാം. അകത്തപ്പടി മണ്ണും പൊടിയോ? അകത്തെന്താ കൃഷിപ്പണി വല്ലതും നടക്കുന്നു? എന്താ ഇല്ലില്ല, ഇത് വേറെ കാര്യം പറഞ്ഞ. ഇതേതാ പുതിയ അവതാരം? ലേറ്റസ്റ്റ് തന്നെ കൽക്കി. ഓ, നീ എപ്പോഴാ രാജാ വന്നേ? ഞാനേ വരാൻ അവനവിടെ ഗൾഫിലെങ്ങാനും പോയോ? സുഖം തന്നെയല്ലേ മോനെ? പ്യൂൺ പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഉം. ഞാൻ പറഞ്ഞില്ലേ, രവിയുടെ കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടുമ്പുറത്തുകാര് പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്ന് വിശ്വസിക്കും. ഉം. ആ, ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല. തീരെയല്ല. ആ ഒരു കുഴപ്പമുള്ള അമ്മാവൻ. അവിടെ തെറ്റി. പല കുഴപ്പങ്ങളും ഉള്ളവനാ ഞാൻ. കള്ളന്മാരെ ഞാൻ വെറുക്കും, നുണയന്മാരെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ രവി ഇവിടെ കേറ്റാറില്ലേ? രവി നുണയനല്ലല്ലോ. മാത്രമല്ല അവർ രാധയെ കെട്ടാൻ പോകണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച